അവിടുന്ന് വചനം ജഡം ധരിച്ച് ഞങ്ങളുടെ ഇടയിൽ പാർത്ത് ഞങ്ങളുടെ പാപവും രോഗവും ശാപവും മരണവും സാത്താൻ്റെ ശക്തികളെ എല്ലാം നീക്കി ഞങ്ങളെ വിടുവിക്കുകയും അങ്ങേ ആത്മാവിലും സത്തിലും ആരാധിക്കുന്ന മക്കളായി മാറുവാൻ അവിടെ ഞങ്ങളെ ഈ ഭൂമിയിലാക്കുകയും ചെയ്തിരിക്കുന്നുവല്ലോ. അങ്ങേ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നതിൽ അടിയനിലും അങ്ങയുടെ ജനത്തിലും വന്നുപോയ എല്ലാ കുറവുകളെയും ഏറ്റുപറയുന്നു. അവിടെ ഞങ്ങളെ വിശുദ്ധീകരിച്ച് ഈ നാളുകളിൽ കർത്താവെ അങ്ങ് ആഗ്രഹിക്കുന്ന ആരാധനയുടെ ഉടമകളായി ഞങ്ങൾ തീരുവാനും കർത്താവിൻ്റെ നിത്യരാജൻ്റെ അവകാശങ്ങളായി ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ മഹായുടെ ജനങ്ങളും ദേശം മുഴുവനായി രൂപാന്തരപ്പെടുവാനും അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ സഹായിക്കണമേ. ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാവട്ടെ. ഈ പ്രഭാതത്തിൽ നമുക്ക് ദൈവസന്നിധിയിലായിരുന്ന കർത്താവിനെ ആരാധിപ്പാൻ ദൈവത്തിൻ്റെ കൃപയ്ക്കായി സ്തോത്രം. അഭിനന്യ തിരുമേനി, സ്നേഹമുള്ള ബിഷപ്പമ്മ, ആദരണരായ വൈദികർ, ഈ ശുശ്രൂഷയ്ക്ക് നൽകുന്ന പ്രത്യേക ബഹുമാനമുള്ള റോയ് പി തോമസ് അച്ഛൻ, അതുപോലെ ചാക്കോജ് സാറ്, അതുപോലെ രാജേഷ് പത്രോസ് അച്ഛൻ, മറ്റ് കാര്യശുശ്രൂഷ നമ്മളെ സഹായിക്കുന്ന പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും, ഈ ശുശ്രൂഷ സംബന്ധിക്കുന്ന എല്ലാവർക്കും ദൈവനാമത്തിൽ ഒരിക്കൽ കൂടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ നമ്മൾ ഉദ്ദേശിച്ചതിൽ അധികമായ സമയം ദീർഘിപ്പിച്ചതിനാലാണ് അഭിനന്ദ തിരുമേനി ആരാധനയുടെ സമയം നമുക്ക് പ്രഭാതത്തിൽ അല്പം പ്രോഗ്രാമിൽ നിന്നും വ്യത്യസ്തമാക്കി ക്രമീകരിച്ചു തരികയും പ്രഭാതത്തിൽ കടന്നു വരിക ദൈവം നമ്മെ ഇടയാക്കുകയും ചെയ്തു. ആയതുപോലെ ഈ വർഷത്തിലെ നമ്മളുടെ വാർഷിക കലണ്ടറിലൂടെ നമുക്ക് ധ്യാനിപ്പാനുള്ള ആരാധനയുടെ ജീവിത ദർശനത്തെ തിരുമേനി നമുക്ക് നൽകി. അതിനായിട്ട് അഭിനന്ദ തിരുമേനിയുള്ള പ്രത്യേക സ്നേഹവും നന്ദിയും വളരെ വിനയത്തോടെ അറിയിക്കുന്നു. ഇന്നലെയും ആരാധന, ആത്മാവിൽ ആരാധന, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതാണ് എന്ന് നമ്മെ തിരുമേനി ശക്തമായി ഓർപ്പിച്ചു. അത് വിശ്വാസത്തിൻ്റെയും അനുസരണത്തിൻ്റെയും ഭാഗമാകുന്നു എന്ന് കഴിഞ്ഞ ദിവസം വൈകിട്ട് സ്നേഹമുള്ള ബിഷപ്പമ്മ നമ്മളെ ഓർപ്പിക്കുകയുണ്ടായി. ഇന്ന് നാം അതോട് ചേർന്ന് ചില കാര്യങ്ങൾ പെട്ടെന്ന് ധ്യാനിച്ച് അവസാനിപ്പിക്കുമെന്ന് ആഗ്രഹിക്കുന്നു. നമുക്കറിയാവുന്ന പോലെ യഹോവ കൃപയുള്ളവൻ, യാവേ ഗ്രേഷ്യസ് എന്നാണ് യോഹന്നാൻ എന്ന എബ്രായ വാക്കിൻ്റെ അർത്ഥം. ദൈവകൃപയുടെ അപ്പോസ്തലൻ എന്ന നിലയിൽ ആ പേരിൽ നമുക്ക് മനസ്സിലാക്കാം. പുതിയ നിയമത്തിലെ 27 പുസ്തകങ്ങളിൽ ശക്തമായ ദൂതുകളുള്ള 5 പുസ്തകങ്ങൾ, സുവിശേഷവും 3 ലേഖനവും വെളിപ്പാടും സഹിതം വളരെ ആത്മീകമായ ദർശനങ്ങളെ കൊണ്ട് നമ്മുടെ ആത്മീക യാത്രയെ സഹായിക്കുന്ന ദൈവിക വെളിപ്പാടുകൾ നമുക്ക് ലഭ്യമാക്കിയ ദൈവത്തിൻ്റെ അപ്പോസ്തലനാണ് യോഹന്നാൻ. തൻ്റെ സുവിശേഷം വളരെയേറെ പ്രസക്തമായ സുവിശേഷമാണ്. മറ്റിതര സുവിശേഷങ്ങൾ വ്യത്യസ്തമാണെന്ന് നമുക്കറിയാം. സമവീക്ഷണ സുവിശേഷങ്ങൾ വ്യത്യസ്തമായാണ് യേശുവിൻ്റെ ജനനത്തെ മുതൽ അവതരിപ്പിക്കുന്നത്. ആയതുപോലെ തന്നെ ധാരാളം പ്രതീകങ്ങളെ നമുക്ക് കാണിച്ചു തരുന്ന ഒരു സുവിശേഷകനാണ് യോഹന്നാൻ. താൻ മാത്രമാണ് രക്തസാക്ഷിയാകാതെ സാധാരണ മരണത്തിന് വിധേയപ്പെട്ടത് എന്ന് പരിഗണിക്കപ്പെടുന്നു. മാത്രമല്ല, യേശുവിൻ്റെ അമ്മയെ തൻ്റെ ജീവിതയാത്രയിൽ തന്നോടുകൂടെ നിർത്തിക്കൊണ്ട് എഫെസോസിലെ ബിഷപ്പായി താൻ സേവനം ശുശ്രൂഷ നിറവേറ്റുകയും അവിടുന്ന് അവസാന നാളുകളിൽ പിടിക്കപ്പെട്ടവനായി പത്മോസ് ദ്വീപിലേക്ക് കടന്നു പോവുകയും തുടർന്ന് തിരികെ എത്തി അധികാലം കഴിയുന്നതിന് മുൻപ് തന്നെ ദൈവരാജ്യത്തോട് ചേർന്നു എന്നാണ് യോഹന്നാനെ കുറിച്ചുള്ള ചരിത്ര പഠനങ്ങൾ നമുക്ക് നൽകി തരുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം വളരെ വ്യത്യസ്തമായ രീതിയിൽ വ്യാഖ്യാനിക്കുന്ന അത് നമ്മൾ ഇതോടകം പഠിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഡിസൈപ്പിൾസ് ഓഫ് ഈക്വൽസ് എന്ന് പറയുന്നൊരു വിഷൻ, സ്ത്രീക്കും പുരുഷനും തുല്യ പ്രാധാന്യം കൊടുക്കുന്ന ശക്തമായ സുവിശേഷമാണ് യോഹന്നാൻ്റെ സുവിശേഷമെന്ന് ഇതിന് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. എലിസബത്ത് ഫിയറൻസ പോലെയുള്ള ഫെമിനിസ്റ്റ് തിയോളജിൻസ് അത് ഡീൽ ചെയ്യുന്നത് നമ്മൾ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് ബ്രൂണെ എന്ന് പറയുന്ന തിയോളജിൻ അതിനെ ഡീൽ ചെയ്യുമ്പോൾ 1-ാം അധ്യായത്തിൽ പുരുഷനെ ദൈവവേലയ്ക്കായി ഒരുക്കുന്നതും 2-ാമത്തെ അധ്യായത്തിൽ സ്ത്രീ യേശുവിനെ വെളിപ്പെടുത്തുന്നതിനായി യേശുവിൻ്റെ സാക്ഷ്യം വഹിക്കുന്നതായി, അവൻ എന്തെങ്കിലും പറഞ്ഞാൽ ചെയ്യുമെന്ന് പറഞ്ഞ് നമ്മളെ പഠിപ്പിക്കുന്നതായും, 3-ാം അധ്യായത്തിൽ വീണ്ടും പുരുഷനിലേക്ക് അഥവാ നിക്കോദിമോസിനെ
ദൈവവേലയിലേക്ക് സ്ഥിരപ്പെടുത്തുന്നതും പിന്നീട് അദ്ദേഹം യേശുവിൻ്റെ ശവസംസ്കാര ശുശ്രൂഷയിൽ ഭാഗവാക്കാവുന്നതും അങ്ങനെ യേശുവിൻ്റെ രഹസ്യ ശിഷ്യനെ കർത്താവ് ഒരുക്കുന്നതും ആണ് പഠിക്കുന്നതെങ്കിൽ അടുത്ത അധ്യായത്തിൽ ശമരിയക്കാരിയെ തൻ്റെ ശിഷ്യനാക്കി മാറ്റുന്ന ഒരു പ്രക്രിയ. അങ്ങനെ ഓരോ അധ്യായത്തിലും പുരുഷന് ഒരു ചാപ്റ്റർ പ്രാധാന്യം കൊടുക്കുമ്പോൾ സ്ത്രീയുടെ ശുശ്രൂഷയ്ക്ക് അടുത്ത ചാപ്റ്റർ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഡിസൈപ്പിൾസ് ഓഫ് ഈക്വൽസ് എന്ന ഒരു ദർശനം യോഹന്നാനെ കുറിച്ച് പ്രത്യേകിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുപോലെ ജലം ഈ പുസ്തകത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ദൈവം ആരാണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുവാൻ യോഹന്നാൻ ധാരാളം പ്രതീകങ്ങൾ അല്ലെങ്കിൽ വെളിപ്പാടുകൾ നമുക്ക് നൽകുന്നുണ്ട്. അതിൽ ഏറ്റവും ശക്തമാണ് സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്ന യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായം 24-ാം വാക്യത്തിൽ ദൈവം ആത്മാവ് ആകുന്നു എന്ന പ്രയോഗം. അതോടൊപ്പം തന്നെ യോഹന്നാൻ 1-ാം ലേഖനത്തിൽ വരുമ്പോൾ 1:5 ദൈവം വെളിച്ചമാണ് എന്ന് അദ്ദേഹം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ 1-ാം ലേഖനത്തിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 8-16 വാക്യങ്ങളിൽ ദൈവം സ്നേഹമാണ്. വാസ്തവത്തിൽ ദൈവത്തെ പ്രകാരം നമ്മുടെ അരികിലേക്ക് എത്തിക്കുന്ന മറ്റൊരു അപ്പോസ്തലനില്ല. ദൈവം ആരാണ് എന്ന് തിരിച്ചറിയുവാനും അതോടൊപ്പം തന്നെ യേശു ക്രിസ്തുവിൻ്റെ ക്ലെയിംസ്, അവകാശവാദങ്ങൾ എന്ന് പറയപ്പെടുന്ന 7 അവകാശവാദങ്ങൾ ഈ സുവിശേഷത്തിൽ നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. ഞാൻ ജീവൻ്റെ അപ്പമാണ്, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ്, അതുപോലെ ഞാൻ നല്ല ഇടയനാണ്, ഞാൻ വാതിലാണ്, അതുപോലെ ഞാൻ വഴിയും സത്യവും ജീവനുമാണ്, ഞാൻ പുനരുത്ഥാനവും ജീവനുമാണ്, അതെ ഞാൻ എൻ്റെ പിതാവ് തോട്ടക്കാരൻ, ഞാൻ മുന്തിരിവള്ളിയുമാണ്. അങ്ങനെ 7 പ്രധാനപ്പെട്ട രീതിയിൽ ദൈവത്തെ അടുത്ത് അനുഭവിച്ച് അറിയുവാൻ നമ്മെ സഹായിക്കുന്ന ഒരു സുവിശേഷമാണ് യോഹന്നാൻ്റെ സുവിശേഷം. ഇതിൽ ഏറ്റവും ശക്തമായി നമ്മളിന്ന് മനസ്സിലാക്കേണ്ടുന്നത്, ഇന്ന് നമുക്കറിയാവുന്ന പോലെ നമ്മുടെ ചുറ്റുപാടുകളിൽ വിശ്വാസത്തിൻ്റെ പേരിൽ കലഹങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ലോകമാണ്. പ്രത്യേകിച്ച് ഏക ദൈവ വിശ്വാസ സമൂഹം നമുക്കറിയാം, അടുത്തുള്ള വാക്കിട്ടോക്കി വരെയും അല്ലെങ്കിൽ പേജറുകളെ പല സ്ഫോടനത്തിലൂടെ തകർത്തുകൊണ്ട് മനുഷ്യജീവിതത്തെ ഹനിച്ചുകൊണ്ടിരിക്കുന്ന തരത്തിൽ യുദ്ധത്തിൽ നീങ്ങുന്ന ഇസ്രായേലിന് നമുക്കറിയാം. അവർ ഏക ദൈവ വിശ്വാസ സമൂഹമാണ്. അതുപോലെ തന്നെ ആ യുദ്ധത്തിൽ പങ്കാളിയാകുന്ന ഇസ്ലാം മതത്തെ സംബന്ധിച്ചോളം അവരും ഏകദൈവ വിശ്വാസികളാണ്. ഏകദൈവ വിശ്വാസമായിരുന്നിട്ട് പോലും ഒരുമിച്ച് പോകുവാനായിട്ട് അവർ കഴിയുന്നില്ല. കാരണം അവരുടെ വ്യാഖ്യാനത്തിൽ വന്ന പിശകാണെന്ന് നമുക്കറിയാം. ഇന്നലെ കൊച്ചമ്മ നമ്മളെ പഠിപ്പിച്ച ഇസ്ഹാക്കിനെയാണ് അബ്രഹാം യാഗം കഴിപ്പിച്ചത് എന്ന് യഹൂദന്മാർ വിശ്വസിക്കുമ്പോൾ, അതുതന്നെ ക്രൈസ്തവ വിശ്വാസം ഏറ്റു പറയുമ്പോൾ അതല്ല, ഇസ്മായേലിനെയാണ് യാഗം കഴിപ്പിച്ചത് എന്നതാണ് ഖുർആന്റെ പശ്ചാത്തലത്തിൽ ഇസ്ലാം മതം വിശ്വസിക്കുകയും അവരാചരിക്കുകയും ചെയ്യുന്നത്. ആ ഒറ്റ കാരണത്താലാണ് ഇസ്ലാമും ക്രൈസ്തവരും യഹൂദന്മാരും തമ്മിലുള്ള ഭിന്നതയ്ക്ക് ബേസായിട്ട് നിൽക്കുന്ന ഒരു പ്രധാന കാര്യം. വിശ്വാസം ആണ്, പക്ഷേ അത് വൈരാഗ്യമായിട്ട് മാറുകയാണ്. അത് ഇന്നും തുറന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് പരിചിതമായ ഇസ്രായേൽ ജനത രൂപപ്പെടുന്ന വിശ്വാസത്തിലേക്ക് രൂപപ്പെടുത്തുന്നതിനുള്ള ചരിത്രത്തെ വ്യക്തമായി പറയുന്ന യോശുവയുടെ പുസ്തകം 24-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ നമ്മുടെ പിതാക്കന്മാർ, പ്രത്യേകിച്ച് തേരഹ് ഉൾപ്പെടെ അബ്രഹാമിൻ്റെ പിതാവ് ഉൾപ്പെടെ ബഹുദൈവ വിശ്വാസികളായിരുന്നു എന്ന് യോശുവ വെളിപ്പെടുത്തുന്ന ഒരു വേദഭാഗം നമ്മൾ വായിക്കുന്നുണ്ട്. ഈ 3 വിശ്വാസങ്ങൾ, അല്ലെങ്കിൽ ബഹുദൈവ വിശ്വാസവും വിഗ്രഹാരാധന ഉൾപ്പെടുന്ന ബഹുദൈവ വിശ്വാസവും അതുപോലെ തന്നെ ഏകദൈവ വിശ്വാസം എന്ന് ക്ലെയിം ചെയ്യുന്ന യഹൂദ ഇസ്ലാം വിശ്വാസവും അവ തമ്മിൽ നിരന്തരമായി സ്ഫോടനത്തിൽ അല്ലെങ്കിൽ ശത്രുതയിലാണെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായൊരു ദൈവത്തെയാണ് യോഹന്നാനിലൂടെ നമുക്ക് പഠിക്കുവാൻ നമുക്ക് സാധിക്കുന്നത്. ഈ പുസ്തകം, പ്രത്യേകിച്ച് യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ 4-ാം അധ്യായം എല്ലാ അധ്യായത്തിലും ഇതിൻ്റെ ലാഞ്ചനയുണ്ട് എന്നാണ് പറയുക. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തെയാണ് ആരാധനയ്ക്ക് യോഗ്യനായി യേശു നമ്മെ പഠിപ്പിക്കുന്നത്. അത് യോഹന്നാന്റെ സുവിശേഷത്തിൽ ഇതിനെ ഈ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്ന വാക്കുകൾ അതിന് പ്രതീകമായ രീതിയിലും ഡയറക്റ്റായും ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. 1-ാം അധ്യായം നാം ശ്രദ്ധിച്ചാൽ യേശുവിൻ്റെ സ്നാപന വേളയിൽ സമവേഷണ സൂക്ഷികൾ നമ്മൾ കാണുന്നുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് ആരിൽ ഇറങ്ങി വരുന്നോ അവനാണ് ആത്മാവിൽ നിങ്ങളെ സ്നാപനം കഴിപ്പിക്കുന്നവരെന്ന് യോഹന്നാൻ പ്രഖ്യാപിക്കുന്നതിലൂടെ പിതാവിനെയും പുത്രനായ യേശുവിനെയും പരിശുദ്ധാത്മാവിനെയും 1-ാം അധ്യായത്തിൽ തന്നെ നമ്മുടെ മുമ്പിൽ സുവിശേഷകൻ നമ്മളെ അവതരിപ്പിക്കുകയാണ്. 2-ാം അധ്യായത്തിൽ വെള്ളത്തെ വീഞ്ഞാക്കുന്ന, വെള്ളം എല്ലാ അധ്യായത്തിലും വെള്ളമുണ്ടെന്നാണ്, ഒരു രീതിയിലല്ല മറ്റു രീതിയിൽ
വെള്ളത്തെക്കുറിച്ചുള്ള പരാമർശം യോഹന്നാൻ എപ്പോഴും എടുത്തുപയോഗിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വിവിധങ്ങളായ രീതിയിൽ. അപ്പോൾ അവിടെ പറയുകയും അതോടൊപ്പം തന്നെ 2-ാം അധ്യായത്തിൽ ദേവാലയത്തിൻ്റെ ശുദ്ധീകരണത്തെക്കുറിച്ചുള്ള പരാമർശത്തിലൂടെ അവിടെയും പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയാണ് വെള്ളത്തിലൂടെ അവതരിപ്പിക്കുന്ന യേശു തന്നെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, അവിടെ വരുന്നുണ്ട്. 3-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച്, പിതാവിനെ കുറിച്ച്, പുത്രനെ കുറിച്ച് കൃത്യമായി യേശു നിക്കോദെമീസിനുള്ള സംഭാഷണത്തിൽ പറയുന്നുണ്ട്. നിങ്ങൾ ആത്മാവിൽ ജനിക്കണമെന്ന് പറയുകയും തൻ്റെ ദൈവത്തിൻ്റെ ഐക്യപ്പെട്ട പുത്രനിലെ ദൈവത്തിൻ്റെ സ്നേഹത്തെ വെളിപ്പെടുത്തിക്കൊണ്ട്, ദൈവത്തിൻ്റെ സ്നേഹം അത് തൻ്റെ പുത്രനെ നമുക്ക് നൽകി സ്നേഹിച്ചു എന്ന് പറയുന്നതിലൂടെ തൃത്വത്തെ അവിടെ അദ്ദേഹം എത്തിക്കുകയാണ്. 4-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അവിടെയും ജീവജലത്തെക്കുറിച്ചുള്ള വളരെ മനോഹരമായ പ്രഖ്യാപനമുണ്ട്. 4-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം നമുക്ക് എല്ലാം സുപരിചിതമാണ്. ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയില്ല. ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവനിലേക്ക് പൊങ്ങുവരുന്ന നീരുറവയായിത്തീരും. ഇതിനെ 7-ാം അധ്യായത്തിൻ്റെ 37 മുതലുള്ള വാക്യത്തിൽ യേശു അത് കൃത്യമായിട്ട് വ്യാഖ്യാനിക്കുന്നത് നമുക്കറിയാം. ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവരെല്ലാം എൻ്റെ അടുക്കൽ വരട്ടെ, അത് എന്നിൽ വിശ്വസിക്കുന്നതിൻ്റെ ഹൃദയത്തിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള പരിശുദ്ധാത്മാവിനെ കുറിച്ച് അത്ര പറഞ്ഞത്. വെള്ളം അത് പരിശുദ്ധാത്മാവിനെ സൂചിപ്പിക്കുന്നു എന്ന് യേശു അവിടെ കൃത്യമായി നമുക്ക് രേഖപ്പെടുത്തി തരികയാണ്. അങ്ങനെ പരിശുദ്ധാത്മാവിനെ ഈ ശമരിയക്കാരിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, പരിചയപ്പെടുത്തുകയാണ്. അതിനുശേഷം വീണ്ടും ആരാധനയെക്കുറിച്ചുള്ള ആ സംഭാഷണത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അവിടെ നമുക്കറിയാവുന്ന പോലെ ശമരിറ്റൻസ് എന്ന് പറയുന്ന ജനത, അവർ AD 9-ാം നൂറ്റാണ്ടിൽ ചിതറപ്പെട്ടു പോയതാണ്. 10 ഗോത്രമായത് ശമരിയ ബേസ് ആയിരുന്ന 10 ഗോത്രം അസിറിയൻ ആക്രമണത്തോടുകൂടെ ചിതറപ്പെടുകയും ലോകത്തിൽ പലയിടത്തായിട്ട് പിരിയപ്പെടുകയും ചിലരെങ്കിലും ആ ഭാഗങ്ങളിൽ 10 ഗോത്രത്തിൽപ്പെട്ടവർ കഴിഞ്ഞുകൂടുക ഇടയാകുകയും ചെയ്തു. എന്നാൽ പിന്നീട് ഇസ്രായേലും BC 586 ബാബേൽ പ്രവാസത്തിലേക്ക് പോയിട്ട് അവർ BC 514 444 സെരുബാബേലിൻ്റെ നേതൃത്വത്തിലും തിരികെ വരുന്ന കാലഘട്ടത്തിൽ ഈ കുറേ ആളുകൾ ശമരിയയിലുണ്ട്. ആ ശമരിയക്കാരെ സംബന്ധിച്ചോളം അവർക്ക് പ്രത്യേകമായൊരു വിശ്വാസത്തിലേക്ക്, ഒരു ജീവിതക്രമത്തിലേക്ക് അവർ വന്നു. അത് മിക്സഡ് കമ്മ്യൂണിറ്റി ആയിരുന്നു. അതാണ് അവരുടെ പ്രത്യേകത. അതായത് ഇസ്രായേൽ ഗോത്രവും മറ്റ് ഇതര ജനതകളിൽ നിന്നുണ്ടായ ആളുകൾ നമ്മൾ ഒരു മിക്സഡ് കമ്മ്യൂണിറ്റി ആയിട്ട് മാറി. എങ്കിലും അവർക്ക് അന്ന് വരെ അവർ ചിതറിപ്പോകുന്നതിന് മുമ്പ് അവർക്ക് ലഭിച്ചിരുന്ന ന്യായപ്രമാണ പുസ്തകങ്ങൾ അവരുടെ പുസ്തകമായിരുന്നു. അതുകൊണ്ട് ന്യായപ്രമാണ ഗ്രന്ഥം മാത്രമാണ് യഥാർത്ഥ വിശ്വാസമെന്ന് അംഗീകരിച്ച ജനതയാണ് ഈ ശമരിയക്കാരായ ജനത, പുതിയ നിയമത്തിലെ ശമരിയക്കാർ. അതുകൊണ്ട് ആ സ്ത്രീക്ക് അത് വളരെ പരിചിതമായിരുന്നു നമുക്ക് കാണാനായിട്ട് കഴിയും. കാരണം യാക്കോബിനെ കുറിച്ച് അവർ പറയുന്നുണ്ട്, ഞങ്ങളുടെ പിതാവായ യാക്കോബിൽ നീ വലിയവനാണോ എന്നൊക്കെ ചോദിക്കും നമ്മൾ. കാരണം അവർ തനാക്കിലെ തോറ അല്ലെങ്കിൽ പഞ്ചഗ്രന്ഥങ്ങൾ, ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം, ഈ 5 പുസ്തകങ്ങളെ അവർ അക്സെപ്റ്റ് ചെയ്തിരുന്നു. അത് മാത്രമല്ല, യഹൂദന്മാരെ അവർ വേണ്ട രീതിയിൽ അക്സെപ്റ്റ് ചെയ്തില്ല. സമ്പർക്കമില്ലായിരുന്നു പറയുന്നതിൽ അങ്ങനെയുണ്ട്. കാരണം അത് മറ്റൊന്നുമല്ല, അവർ പറയുന്നത് ഇവർ അഡീഷണൽ പുസ്തകങ്ങൾ ഇവരുടെ വിശുദ്ധ ഗ്രന്ഥത്തിൽ ചേർത്തതെന്നാണ്. പ്രത്യേകിച്ച് നാബീം എന്ന് പറയുന്ന പ്രവാചക ഗ്രന്ഥങ്ങളും ചരിത്ര ഗ്രന്ഥങ്ങളിൽ പലതും ആ കാലഘട്ടത്തിൽ തന്നെ യഹൂദന്മാർ, ബാബേലിൽ നിന്ന് മടങ്ങി വന്ന യഹൂദന്മാർ, അവരുടെ കയ്യിൽ പുസ്തകങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് യഥാർത്ഥ വിശ്വാസികൾ ഞങ്ങളാണെന്നായിരുന്നു ഈ ശമരിയക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത്. അവരതുകൊണ്ട് തന്നെ യഹൂദന്മാരുമായിട്ട് സമ്പർക്കപ്പെടാൻ അവരും ആഗ്രഹിച്ചില്ല. എന്നാൽ യഹൂദന്മാർ നേരത്തെ തിരിച്ചായിരുന്നു. അവർ പറഞ്ഞു, നിങ്ങൾ മിക്സ്ഡ് കമ്മ്യൂണിറ്റിയാണ്, നിങ്ങൾ തീണ്ടൽ അല്ലെങ്കിൽ ജാതി വ്യവസ്ഥയുടെ പോലെയുള്ള അവസ്ഥകളാണ്, നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് ഇടകലർന്നവരാണ്, അതുകൊണ്ട് നിങ്ങളുമായിട്ട് ഞങ്ങൾക്കും സമ്പർക്കമില്ല എന്ന് കരുതുന്ന ഒരു ജനതയുടെ പശ്ചാത്തലത്തിലാണ് ഈ ദൈവിക വെളിപ്പാട്, ഈ തൃത്വ ദൈവത്തെ ഈ യോഹന്നാൻ നമുക്ക് വെളിപ്പെടുത്തി നമുക്ക് തരുന്നത്. അവിടെ ജലവുമായുള്ള ബന്ധത്തിലാണ് നമുക്ക് ആദ്യമായിട്ട് ഇത് പറയുന്നത്. പിന്നീട് താൻ മശിഹയാണ്. വാസ്തവത്തിൽ ഒരു സ്ത്രീയോടാണ് യേശു ഇത്ര വളരെ ലളിതമായി, നിന്നോട് സംസാരിക്കും ഞാൻ തന്നെയാണ് മശിഹ. എന്നാൽ യഹൂദന്മാരുടെ ചോദ്യത്തിന് മുമ്പിലെല്ലാം അവർ ചോദിക്കും, വരുമാനല്ലോ നീയാണോ, ഞങ്ങൾ മറ്റുള്ളവരോട് കാത്തിരിക്കണോ എന്ന് ചോദിക്കുന്ന യോഹന്നാൻ്റെ ശിഷ്യന്മാരെ നമുക്കറിയാം. അത് യോഹന്നാൻ സുവിശേഷത്തിൽ നമുക്ക് പഠിക്കുന്നുണ്ട്, സ്നാപക യോഹന്നാൻ്റെ ശിഷ്യന്മാർ. അതുപോലെ തന്നെ 3-ാം അധ്യായത്തിൽ തിമത്തിയോസിനുള്ള സംഭാഷണം വായിച്ചു കഴിഞ്ഞാൽ അവർ അതെല്ലാം വളരെ ബൗദ്ധികമായ രീതിയിൽ അത് നീങ്ങുന്നതായിട്ട് കാണാം. പിതാവ് അയച്ചിട്ടല്ലാതെ ആർക്കും നീ ചെയ്യുന്ന അത്ഭുതങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ, ഞാൻ പിതാവ് എന്നെ അയച്ചു എന്നൊന്നും യേശു അവിടെ അദ്ദേഹത്തോട് പറയുന്നില്ല, നിക്കോദെമോസിനോട് പറയുന്നില്ല. മറിച്ച് നീ വീണ്ടും ജനിച്ചില്ലെങ്കിൽ സ്വർഗ്ഗരാജ്യം കാണത്തില്ല എന്ന് പറയുകയാണ്.
അദ്ദേഹം ഏത് ഇൻ്റലക്ച്വൽ ലെവലിൽ അത് സംസാരിച്ചോ അതുപോലെ തന്നെയാണ് തിമോഥെയോസിനോട് ഇത് സംസാരിക്കുന്നതെങ്കിൽ ഈ സാധുവായ ഈ സ്ത്രീയിൽ ഉള്ള സംഭാഷണം നമ്മൾ ശ്രദ്ധിച്ചാൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ സംഭാഷണത്തിൽ നിന്ന് സംഭവിക്കുന്നുണ്ട്. ഒന്ന്, ദൈവം ആരാണെന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് ഈ സ്ത്രീ എത്തുന്നുണ്ട്. അവിടെ മശിഹ എന്ന് വെച്ചാൽ ക്രിസ്തു എന്ന് പറഞ്ഞ് ഞാൻ അവനെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞ് അവൾ സഞ്ചരിക്കാനായിട്ട് പോകുമ്പോൾ ദൈവത്തെ തിരിച്ചറിയുവാനായിട്ട് അവൾക്ക് സാധിച്ചു എന്നുള്ളതും തന്നെ തിരിച്ചറിയുവാൻ കഴിഞ്ഞു എന്നതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. താൻ ആരാണ്, താൻ പാപിയായിരുന്നു എന്നുള്ള തിരിച്ചറിവ്. എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം എന്നോട് പറഞ്ഞ ഒരുവനുണ്ട്, അവനെ വന്ന് കാൺമീൻ. അവൾ ക്ഷണിക്കുകയാണ്, എന്നെ തിരിച്ചറിയുവാനിടയാക്കിയ. ആത്മാവിൽ ആരാധനയിലേക്ക് നാം വരുമ്പോൾ തീർച്ചയായും ഈ തിരിച്ചറിവാണ് ദൈവം ആരാണ്, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ത്രിയേക ദൈവത്തെ അതെ വെളിപ്പെടുത്തി 4-ാം അധ്യായത്തിൽ നിന്ന്, അതുപോലെ 14-ാം അധ്യായത്തിൻ്റെ 25, 15-ാം അധ്യായത്തിൻ്റെ 26, ഈ 25-26 വാക്യങ്ങൾ വായിച്ചാൽ അവിടെ തൃത്വത്തെ കൃത്യമായി യേശു വെളിപ്പെടുത്തുകയാണ്. പിതാവ് നിങ്ങൾക്ക് അയച്ചു തരുന്ന, പുത്രൻ നിമിത്തം അയച്ചു തരുന്ന പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ എന്ന് പറഞ്ഞ് തൃത്വത്തെ അവിടെ റിപ്പീറ്റ് ചെയ്യുകയാണ്. 14-ാം അധ്യായം 25-ാം വാക്യത്തിലും 15-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യത്തിലും ഇത് യേശു ആവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ദൈവത്തെ തിരിച്ചറിയുവാൻ കഴിയാതെ യുദ്ധത്തിന് പോകുന്ന ഏകദൈവ വിശ്വാസികളുടെ ഈ ലോകത്തിൽ ദൈവത്തെ തിരിച്ചറിയാതെ തങ്ങൾ വിശ്വസിക്കുന്ന പിന്നാലെ സഞ്ചരിക്കാൻ ശ്രമിക്കുന്ന ബഹുദൈവ വിശ്വാസികളുടെ മധ്യത്തിൽ കർത്താവ് നമുക്ക് കാണിച്ചു തന്ന ദൈവം ആത്മാവാകുന്ന പ്രഖ്യാപനം തീർച്ചയായും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിൽ അതേക്കുറിച്ചുള്ള തിരിച്ചറിവ് തന്നെയാണ് എന്നത് നാം മനസ്സിലാക്കുവാൻ ഈ പ്രഭാതത്തിൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രസാദം എന്ന വാക്ക് തിരുമേനി നമുക്ക് എടുത്തു തരുമ്പോൾ വാസ്തവത്തിൽ ഈ 6-ാം അധ്യായത്തിൽ ഈ പ്രസാദം എന്ന വാക്ക് കർത്താവ് തന്നെ ഉപയോഗിക്കുന്നുണ്ട്. യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 29-ാമത്തെ വാക്യം ചോദിക്കുമ്പോൾ യേശു അവരോട്, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി അവൻ അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കുന്നത്രേ. ദൈവത്തെ തിരിച്ചറിഞ്ഞ്, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തെ തിരിച്ചറിഞ്ഞ് അവനെ വിശ്വസിക്കുന്നതാണ് പ്രസാദമുള്ള പ്രവൃത്തി. വിശ്വസിക്കുകയും ആയതുപോലെ തന്നെ തിരിച്ചറിയുകയും ചെയ്യുന്ന ആളുകൾക്ക് കർത്താവ് തരുന്ന ഒരു മുന്നറിയിപ്പ് കൂടെ നാം തിരിച്ചറിയണം. അത് മറ്റുള്ളവർ ആരെയാണ്, അവർ ആരുടെ മക്കളാണ്. ഈ ഏകദൈവ വിശ്വാസത്തെ ക്ലെയിം ചെയ്യുന്ന യഹൂദൻ, നാം പോലും ഈ നാളുകളിൽ പോലും ക്രൈസ്തവർ അവർക്ക് വളരെ സപ്പോർട്ട് ചെയ്ത് അവരെ ഏത് യുദ്ധവും ജയിക്കും എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ യേശു വാസ്തവത്തിൽ അവരെ എന്താണ് പറഞ്ഞത് എന്നൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. 8-ാം അധ്യായത്തിലാണ് അത് പറയുന്നത്, യോഹന്നാനാണ് അത് പറയുന്നത്. 8-ാം അധ്യായത്തിൻ്റെ 43-44 വാക്യത്തിൽ ഇവരുടെ ഈ ഏകദൈവ വിശ്വാസത്തെ ഊന്നിക്കൊണ്ട് യേശുവിനെ നിരാകരിച്ച അവരെക്കുറിച്ചുള്ള യേശുവിൻ്റെ ഒരു പ്രഖ്യാപനം 8-ാം അധ്യായം 43-44 വാക്യം നിങ്ങൾ വായിക്കുന്നു. എൻ്റെ ഭാഷണം നിങ്ങൾ ഗ്രഹിക്കാത്തത് എന്ത്? എൻ്റെ വചനം കേൾപ്പാൻ നിങ്ങൾക്ക് മനസ്സിലായിക്കൊണ്ടത്രേ നിങ്ങൾ പിശാചിൻ്റെ മക്കളാണ്. കർത്താവ് കൃത്യമായിട്ട് പറഞ്ഞു, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തെ ആരാധിപ്പാൻ എനിക്കും നിങ്ങൾക്കും കഴിയുന്നില്ലെങ്കിൽ, ആ ദൈവത്തിൽ വിശ്വസിച്ച് ആ ക്രിസ്തുവിനെ ജീവിതത്തിൽ വെളിപ്പെടുത്തുവാൻ നാം കഴിയുന്നില്ല എങ്കിൽ നാം ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടവർ തന്നെയാണ് എന്ന് കർത്താവ് നമ്മളെ പഠിപ്പിച്ച് നാം മറന്നു പോകരുത്. ഒരു വാക്യം കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കട്ടെ. അത് 16-ാം അധ്യായത്തിൽ കർത്താവ് നൽകിയ ഒരു മുന്നറിയിപ്പാണ്. അവിടെ ഒരു പ്രധാനപ്പെട്ട ത്രിത്വ ഉപദേശവും അവിടെ വരുന്നുണ്ട്. 16-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതാണ് ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി എന്ന് യേശു നമ്മളെ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പഠിപ്പിച്ച ശേഷം പറയുകയാണ്. ഇങ്ങനെ വിശ്വസിക്കുന്നവരായ നമുക്ക് ചില പ്രശ്നങ്ങൾ വരാം. 2 തരത്തിലുള്ള പ്രശ്നങ്ങൾ അവിടെ പറയുന്നുണ്ട്. ഇതാണ് 2-ാം വാക്യമാണ്. 16:2 ഇങ്ങനെ വായിക്കുന്നു, അവർ നിങ്ങളെ പള്ളി ഭ്രഷ്ടർ ആക്കും. ത്രിത്വദൈവ വിശ്വാസികളെ ഏകദൈവ വിശ്വാസികൾ പള്ളി ഭ്രഷ്ടരാക്കും. അതങ്ങനെ പറയാൻ കാരണം 3-ാം വാക്യത്തിൽ അത് കൃത്യമായിട്ട് പറയുക, അവർ പിതാവിനെയും എന്നെയും അറിയായ കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതായത് ത്രിത്വദൈവ വിശ്വാസത്തിലേക്ക് എത്തുവാൻ ലോകത്തിന് കഴിയാതെ വന്നാൽ
ആ വിശ്വാസമുള്ള ജനതകൾക്ക് വിരുദ്ധമായി അവർ മാറും. യേശു പറയുകയാണ്. എന്നിട്ട് നോക്കുക, അവരെ ഏത് തരത്തിൽ അവരുടെ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നു എന്ന് ചിന്തിക്കുന്നതും യേശുവിടെ പറയുന്നുണ്ട്. അത്രയുമല്ല, നിങ്ങളെ കൊല്ലുന്നവരെല്ലാം ദൈവത്തിന് വഴിപാടുണ്ട്. അതാണ് ദൈവത്തിന് പ്രസാദം എന്ന് വിചാരിക്കും. തൃത്വദൈവ വിശ്വാസ സമൂഹത്തെ ഇല്ലായ്മ ചെയ്യുന്നതാണ് ദൈവത്തിന് പ്രസാദമെന്ന് അന്യവിശ്വാസികൾ ചിന്തിക്കും. ആ കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നതിൻ്റെ ചരിത്രം നമുക്ക് വേറെ വിശദീകരിക്കാൻ നിങ്ങൾക്കറിയാം. അപ്പോൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തെ അംഗീകരിക്കുവാൻ കഴിയാത്ത വരുന്ന സമൂഹത്തിന് അവർ ഒന്ന് പള്ളിഭ്രഷ്ടരാക്കും. അത് യഹൂദനെ സൂചിപ്പിക്കുന്നതാണ്. കൊന്നുകളയും എന്ന് പറഞ്ഞത് ആ കാലത്ത് കൊല്ലുവാൻ അധികാരമുള്ള റോമൻ ഭരണ സംവിധാനത്തിൻ്റെ അവരാണ്. പീലാത്തോസിനൊക്കെ അത് ചെയ്യാനായിട്ട് കഴിയുള്ളൂ എന്ന് പറഞ്ഞാൽ അവർ ബഹുദൈവ വിശ്വാസ സമൂഹമാണ്. അപ്പോൾ ഏകദൈവ വിശ്വാസ സമൂഹവും ബഹുദൈവ വിശ്വാസ സമൂഹവും തൃത്വദൈവ വിശ്വാസത്തിന് വിരോധമായി നിൽക്കുമ്പോൾ ഈ പ്രസന്റ് സിറ്റുവേഷനിൽ നമ്മുടെ ഉത്തരവാദിത്വം എന്നതാണ് വിശ്വാസത്തെ യേശു പഠിപ്പിക്കുകയാണ്. വിശ്വാസത്തെ സ്നേഹമായി നാം വെളിപ്പെടുത്തണം. തിരുമേനി നമ്മൾ ഓർപ്പിച്ചതുപോലെ വിശ്വാസം, പ്രത്യാശ, സ്നേഹം. നോക്കുക, മറ്റ് വിശ്വാസങ്ങൾ വിശ്വാസത്തെ വൈരുദ്ധ്യമായിട്ട് മാറ്റുമ്പോൾ, വിശ്വാസത്തെ ഭിന്നതയിലേക്ക് കൊണ്ടുവരുമ്പോൾ, കൊലപാതകത്തിനും പള്ളി ഭ്രഷ്ടരാക്കുന്ന മാറ്റുമ്പോൾ കർത്താവ് പറയുക, നീ നിന്റെ ശത്രുവിനെയും സ്നേഹിച്ച് അവരെ നിന്റെ ഭാഗത്തേക്ക് കൊണ്ടു. പോൾ ടില്ലിക് എന്ന് പറയുന്നൊരു ദൈവശാസ്ത്രം പറയുകയാണ്, തൃത്വദൈവ വിശ്വാസികളുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം ഏകദൈവ വിശ്വാസ സമൂഹം എന്ന് ക്ലെയിം ചെയ്യുന്ന ജനത്തെയും പോളിത്തീസം ബഹുദൈവ വിശ്വാസം എന്ന് പറയുന്ന ജനത്തെയും ഒരുമിപ്പിക്കുക എന്നുള്ള ഉത്തരവാദിത്വം തൃത്വദൈവ വിശ്വാസികളാണ്, അഥവാ ക്രിസ്തുവിനെ വിശ്വസിക്കുന്നതാണ്. നമ്മൾക്ക് വലിയ ദൗത്യമാണ്. നമുക്കെതിരെ പ്രതികൂലങ്ങളും പ്രയാസങ്ങളും ഉയർത്തുന്ന സാഹചര്യത്തിൽ അവരെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരുവാൻ ക്രൈസ്തവരായ നമ്മൾക്ക് ഈ നാളുകളിൽ ഉത്തരവാദിത്തമുണ്ട് എന്നത് അതെ ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ആത്മാവായ ദൈവത്തെ ആരാധിക്കുന്ന നമ്മൾ അതിൻ്റെ ചലഞ്ചസ് എല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട്, നമ്മൾ ആരാണെന്ന് തന്നെ തിരിച്ചറിഞ്ഞുകൊണ്ട്, നമുക്ക് വിരോധമായി ജീവിക്കുന്ന ജീവിതങ്ങളെ കൂട്ടുകാരന് വേണ്ടി മരിക്കുന്നതിൽ പരമായി സ്നേഹമില്ല എന്ന് കാണിച്ചുകൊണ്ട്, ശത്രുവിനെ സ്നേഹിക്കാൻ പഠിപ്പിച്ചുകൊണ്ട്, അത് വിരോധത്തിൻ്റെയും ശത്രുതയുടെയും ലോകത്തിൽ സ്നേഹത്തിൻ്റെ മക്കളായി, സ്നേഹത്തിൻ്റെ സാക്ഷികളായി, സ്നേഹത്തെ വെളിപ്പെടുത്തിയ ദൈവത്തെ വെളിപ്പെടുത്തിക്കൊണ്ട്, ദൈവത്തെ ജീവിതത്തിലൂടെ ആവർത്തിച്ചുകൊണ്ട് ജീവിതം മുഴുവൻ ആരാധനയാക്കുവാൻ ദൈവം നമ്മെ ക്ഷണിക്കുകയാണ്. അതിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. എനിക്ക് അവസരം നൽകി അഭിനന്ദ തിരുമേനുള്ള നന്ദിയും കടപ്പാടും ദൈവനാമത്തിൽ ഒരിക്കൽ കൂടെ അറിയിക്കും.